അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതൊരു വൈകിട്ടത്തെ രാത്രിയത്തെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ സമയം 8:58 ആയി. അപ്പോൾ ഇപ്പോഴാണ് ഹസ്ബൻഡ് വന്നത്. അപ്പോൾ വന്നപ്പോൾ കുറച്ച് ഈ ഒരു മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ കുറച്ച് കറിയും ആക്കണം, പിന്നെ കുറച്ച് ഫ്രൈയും ആക്കണം. ഓക്കെ, അപ്പോൾ അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ് കേട്ടോ. എന്തായാലും അപ്പോൾ കറി വെക്കാനുള്ള ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്യട്ടെ. അപ്പോൾ ഞാൻ ഈ ഒരു മൺചട്ടിയിലാണ് മീൻകറി വെക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ റെഡിയാക്കി വെച്ചിട്ട് ഇനി വേണ്ട ഐറ്റംസ് എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ട ആവശ്യത്തിനുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി എടുക്കുക. ശരിക്കും പറഞ്ഞാൽ ഈ മുളക് പൊടി ഇട്ട് വെക്കാമെന്ന് വിചാരിച്ചത്, പക്ഷേ ഫിഷ് മസാല കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇട്ടിട്ട് ശരിയാക്കാം. ഞാൻ ഉള്ളിയൊക്കെ ഒന്ന് അരിയട്ടെ. അപ്പോൾ അത് ഞാൻ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചട്ടി ചൂടാവട്ടെ. ഇതാണ് അപ്പുറത്തേക്ക് വെക്കുന്നത്. എൻ്റെ കൈ എരിയുന്നു. ഓ മൈ ഗോഡ്, where is oil? Can you hear oil? Can you hear oil? അപ്പോൾ ഗൈസ് ഞാൻ മീൻകറി ഉണ്ടാക്കാൻ പോവാണ്. നമുക്ക് ഉള്ളി ഇടാം. ഉള്ളി ഇടുന്നതിന് മുൻപ് കടുക് ചറവറ കടുക്. ഇതെന്തിങ്ങനെ എന്തോ ചട്ടി പൊട്ടിയിട്ടുണ്ടോ? ചട്ടി വയ്യാരു ചട്ടി ആര് ഫ്രൈ. ഇതാണ് എൻ്റെ ചട്ടിയിൽ എന്തോ ഒരു ചുട്ടി. ഞാനിതൊന്നും ഇങ്ങനെ ക്ലീൻ ആക്കുന്നു. ഓക്കെ, എൻ്റെ വെരി സിമ്പിൾ മെത്തേഡ് ഓഫ് മേക്കിംഗ് ഫിഷ് കറി ഇങ്ങനെ നോക്കാം. എണ്ണ ഒഴിക്കുന്നു. എണ്ണ ചൂടാവുമ്പോൾ ഞാൻ കുറച്ച് കടുകിടുന്നു. അത് ചൂടാവും. I did not wash. It is on the table. It is on the table. ഞങ്ങൾ ആരും നിന്നെ വിളിച്ചില്ലല്ല. നിങ്ങൾ മൂന്നാൾ എന്തിനാ വന്നപ്പോ? ആദ്യം നല്ല വിളിച്ചത് സൗണ്ട് ആക്കല്ലേ എന്നാ പറഞ്ഞപ്പോ. കടുക് പൊട്ടി തെറിച്ചു ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഉള്ളി, പച്ചമുളക് എല്ലാം എടുത്തിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഓക്കെ, ഇഞ്ചി ചെറുവറ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതുപോലെ ഒരു കയ്യിലെടുക്കാം. എന്നിട്ട് കഴുകുക. എന്നിട്ട് ചെറുവറ ഇളക്കി കൊടുക്കാം. അതാ അത് മുട്ടപ്രാന്തനാണ്. നമ്മൾ എന്ത് ചെയ്താലും അതിൻ്റെ കൂട്ടത്തിൽ ഒരു മുട്ട
പിന്നെ മുട്ടപ്രാന്ത് ഷർട്ടിടാൻ പറഞ്ഞാൽ കേൾക്കില്ല. എന്നാൽ ആ ഒരു കൊളസ്ട്രോൾ ബോഡി രോഗം മുഴുവനും കാണിക്കുന്നു. എണ്ണയിൽ കാണിക്കും. ഈ കുറച്ചേക്ക് ചട്ടി ചൂടാവട്ടെ. ആരോ വിളിക്കുന്നുണ്ട് ഗൈസ്. ഫോണ് വരുന്നുണ്ട്. ഞങ്ങൾ പിക്ക് ചെയ്യട്ടെ. അപ്പോൾ നമ്മളുടെ മുട്ട ഓംലേറ്റ് ആയിട്ടുണ്ട്. മീൻകറി ഇവിടെ ആയിക്കൊണ്ടുണ്ട്. മീൻ ഇട്ടിട്ടില്ല കേട്ടോ, പുളി എല്ലാം ഇട്ടിട്ടുണ്ട്. എനിക്ക് എന്താ അറിയോ, ഈ പുളി കാണുന്നില്ലേ തിന്നാൻ തോന്നുന്നു. നല്ല മണം. തിന്നട്ടെ. അപ്പോൾ അതിനടുത്ത് കോട്ടാ, ആരും ബേജാറുണ്ട്. അപ്പോൾ ഗൈസ് ഇതാണ് മീൻ. അപ്പോൾ ഞാൻ എൻ്റെ മീൻ ഇടാൻ പോകുന്നു. നല്ല ഉപ്പൊക്കെ ഇട്ട് കഴുകി ഫ്രഷ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ മീനിട്ടിട്ട് കുറച്ച് നമ്മൾ വറുക്കുന്നുണ്ട്. കുട്ടികൾ തിന്നോന്ന് അറിയില്ല കേട്ടോ, അവർക്ക് ഇതൊന്നും ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് കഴിക്കുമെന്ന് അറിയില്ല. ഞാനങ്ങനെ നിർബന്ധിച്ചിട്ട് കുറച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ഇത് ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രൈക്ക് ഇതുവരെ അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മൾ കുറച്ച് മാത്രമേ ചാറ് വെക്കുന്നുള്ളൂ. ഇതിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. ഞാൻ മഞ്ഞൾപ്പൊടി ഇടാനായിട്ട് മറന്നുപോയി. അപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ. നമ്മുടെ തോട്ടത്തിൽ നിന്ന് പറിച്ച മഞ്ഞൾ ചേർത്ത്, നമ്മളല്ല വല്ലവരുടെയും മഞ്ഞൾ തോട്ടത്തിൽ നിന്ന് പറിച്ചെടുത്ത മഞ്ഞൾ ഉണക്കി പൊടിച്ച് കുപ്പി നിറച്ചതാണ്. അപ്പോൾ അതിന് ഇളക്കി കൊടുക്കുക. ഇനി നല്ല വൃത്തിയായിട്ട് എന്ത് ചെയ്യണം, ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഇനി വറുക്കാനുള്ളത് ഞാൻ മിക്സ് ചെയ്യാം കേട്ടോ. മിക്സ് ചെയ്തിട്ടെല്ലാം കാണാം. ഓക്കെ, കട്ട് ചെയ്തോ. എനിക്ക് വേണ്ട, ഐ ഡോണ്ട് ലൈക്ക്. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞ് ഞാൻ മീൻ പരത്തി വെക്കാന്നൊക്കെ പറഞ്ഞിട്ട് പരത്തിയിട്ടൊന്നും മിക്സ് ചെയ്ത് വെച്ചിട്ടില്ല, മസാല ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് മീൻ കറി എന്തായെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ തുറന്ന് കാണിച്ചു തരാം. ടേടാ, എൻ്റെ പൊന്നു മോനെ. ഞാൻ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി നിങ്ങൾക്ക് വേണ്ടി ഞാൻ പിന്നെ വീണ്ടും നോക്കാം. ഓക്കെ, നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ മീനിൻ്റെ ടേസ്റ്റ് നോക്കട്ടെ. ഇത് കണ്ട, നല്ല മണം. പൊന്നോ, എന്തൊരു രുചിയാണെന്നറിയോ, ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ടേസ്റ്റ്, ഭയങ്കര ടേസ്റ്റ്. കാരണം ഞാൻ കറി വെച്ചോണ്ട് എന്തോ ഒരു കൈപ്പുണ്യം, വല്ലാത്തൊരു കൈപ്പുണ്യം. കാരണം ഞാൻ വെച്ച കറിയാണല്ല, അപ്പോൾ ഭയങ്കര ടേസ്റ്റ്. ടേസ്റ്റ് ഓക്കെ. എന്താ പിള്ളേരുടെ സൗണ്ട് ആയതുകൊണ്ട് പോയതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കറിക്ക് ഭയങ്കര ടേസ്റ്റാണ്. എന്തോ ഒരു ചെമ്മീൻ്റെ രുചി. സാധനം കൊഴുവേണെങ്കിലും രുചി ചെമ്മീൻ്റെതാണ്. ഭയങ്കര രുചി ഗൈസ്. ഞാൻ വെച്ചോണ്ടാണോ ഇത്ര ടേസ്റ്റ് എന്ന് എനിക്കറിയില്ല. എന്നെ ഞാൻ പുകഴ്ത്തി പറഞ്ഞില്ലെങ്കിൽ വേറെ ആരും പുകഴ്ത്തി പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു വല്ലാത്തൊരു കൈപ്പുണ്യം കൊണ്ട് വല്ലാത്ത രുചി ഗൈസ് കേട്ടോ. ഇത് ഞാൻ തന്നെ തിന്ന് തീർക്കേണ്ടി വരുമോ എനിക്കറിയില്ല, അത് വേറെ കാര്യം. അപ്പോൾ കൊടുക്കട്ടെ, നമുക്ക് ബർക്ക. അങ്ങനെ ഞാൻ മുട്ട വറുത്ത ചട്ടി വെച്ചിട്ടുണ്ട്. പിന്നെ മീൻകറി ഒന്ന് മൂടി വെക്കട്ടെ. അപ്പം അപ്പോൾ മീൻ വറുക്കാനുള്ള ഓരോ കാര്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം കേട്ടോ. മസാല ഒന്ന് പരത്തട്ടെ. അപ്പോൾ ഇത് ഞാനേ കുറച്ച് ഫിഷ് മസാല ഇട്ടിട്ടുണ്ട്. കുറച്ച് ഫിഷ് മസാല, പിന്നെ കുറച്ച്
ഉപ്പ് ഇങ്ങനെ ഇടാം. ഉപ്പ് കുറച്ചിട്ട് ഉപ്പ് കൂടുമെന്നറിയില്ല കൈസ്. ഉപ്പിട്ട് പിന്നെ നമ്മൾ കുറച്ച് മുളക് പൊടി ആ ബാക്കിൽ ലൈറ്റുള്ള ഇടയ്ക്ക് ഒരു വല്ലാത്തൊരു തേജസ്. അപ്പോൾ നമുക്ക് ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി അതിനെ മിക്സ് ആക്കി കൊടുക്കാം. ഇതിനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വേണ്ട, നമുക്കിതിനെ റോസ്റ്റ് ഉണ്ടാക്കിയാൽ മാത്രം മതി. അപ്പോൾ ഇങ്ങനെ പൊടി കുറഞ്ഞോയോ എന്നൊരു ഡൗട്ട് ഗൈസ്. ഒരു വളരെ വെളുത്തിരിക്കുന്നു. അങ്ങനെ നമ്മൾ ചക്രം മക്രം ഇതിനെ നമ്മൾ മസാല തേച്ചിട്ടുണ്ട്. ചക്രം മക്രം മസാല തേച്ചതിന് ശേഷം നമ്മൾ എണ്ണ ഒഴിച്ച് അതിലേക്ക് ഇതെല്ലാം വാരിയിട്ട് ഇടണം. ഓക്കെ, ചട്ടി ചൂടായിട്ടുണ്ട്. ഇനി ഞാനതിലേക്ക് എണ്ണ ഒഴിക്കാം. അത്യാവശ്യം ലാൻഡ്സ്കേപ്പ് വെക്കട്ടെ ഗൈസ്, ലാൻഡ്സ്കേപ്പിൽ വെക്കട്ടെ. ബിക്കോസ് ദിസ് വീഡിയോ ഫോർ യൂട്യൂബ് ചാനൽ. സോ ഐ ആം pouring some of the കുറച്ച് എണ്ണ ഒഴിക്കണ്ട, സോറി. ആ കിടന്ന് മൂടുന്നത് മെഷീനാണ്. ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഗായ്സ്. അപ്പോൾ ചട്ടി ഇങ്ങനെ ചൂടായി വരുമ്പില്ലേ നമ്മളിങ്ങനെ ഇതുപോലെ അങ്ങോട്ട് കൊടുക്കാം. ഇവന്മാരെ പറത്തി ഇടുന്നു. ഉണ്ടല്ലോ അക്വറത്തിൽ കിടന്ന് നീന്തുന്ന പോലെ നീന്തിപ്പോകൊണ്ടിരിക്കുന്നു. ഓക്കെ, സ്മോൾ അക്വേറിയം. പാവം എല്ലാം കിടന്ന് മൊഴിയൊക്കെ കഴിക്കും. എന്നിട്ട് നമുക്ക് ചെറുമുറാന്ന് പറഞ്ഞിട്ട് കഴിക്കാം കേട്ടോ. ഞാനിങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുമെങ്കിലും നമുക്ക് ഇങ്ങനെ ഫിഷിനോടും ഇതിനോടൊന്നും കാരണം താഴോട്ട് ചാടിപ്പോയി അത്ര വലിയ ആർത്തിയൊന്നുമില്ല കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ. ഇത് മൊത്തം കഴിച്ച് തീർക്കുന്നത് ഹസ്ബൻഡായിരിക്കുള്ളൂ, ഞാനല്ല. എൻ്റെ കുട്ടികളും ഞാനും വളരെ കുറവാണ് കഴിക്കുന്നത്. അപ്പോൾ ഞങ്ങൾക്കങ്ങനെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡാണ് ഇത് മൊത്തം. കുറച്ച് കഴിയുമ്പോൾ ഇതിന് ഇവിടെ ഒന്നും ഉണ്ടാവില്ല, ചട്ടി മാത്രം ബാക്കിയുണ്ട്. അതുകൊണ്ടാണ് ആ വയറൊക്കെ അങ്ങനെ ഇരിക്കുന്നത്. കണ്ടില്ലേ, കൊളസ്ട്രോൾ ഉണ്ടെന്നാണ് പറയുന്നത്. ഐ ഡോണ്ട് നോ, ഇല്ലാണ്ടിരിക്കട്ടെ. അപ്പോൾ ഏകദേശം നമ്മളുടെ മീനൊക്കെ ഇത് ഇവിടെ കിടന്ന് ഫ്രൈ ആയിട്ട് കേട്ടോ. ഞാൻ നോക്കട്ടെ, ഒന്ന് മറിച്ചിടട്ടെ. എനിക്കിങ്ങനെ മീൻ നല്ല ക്രിസ്പി ആവണം കേട്ടോ. എനിക്ക് അതാണ് ആക്ച്വലി ഇഷ്ടം. ഇത് കണ്ടില്ലേ, ഇതെല്ലാം ഉണ്ടല്ലോ എൻ്റെ അമ്മ ചെയ്ത് കണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ കല്യാണത്തിന് ശേഷമുണ്ട് ഇങ്ങനെയൊക്കെ ജോലികളൊക്കെ ചെയ്ത് ലൈഫിൽ ഓരോന്ന് പഠിച്ചത്. എൻ്റെ ലൈഫ് തന്നെ പഠിച്ചത് കല്യാണത്തിന് ശേഷമാണ്. കാരണം കല്യാണം എന്ന് പറയുന്നതാണല്ലോ നമ്മുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു ദുരന്തം. അതിന് ശേഷം പഠിച്ചതാണ്. എന്താ അമ്മ നോക്കിത്തരാം മോനെ, ഇപ്പം തരാവേ. മ്യൂസിക് ഉണ്ടോ മോനെ? നാളെ എന്ത് ആണ്ടേ? നാളെ ഏത് ഡേ ആണ്? ഫ്രൈഡേ മ്യൂസിക് രണ്ടാമത്തെ പീരീഡ് ആണ് കേട്ടോ. ഫസ്റ്റ് ഇംഗ്ലീഷാണേ. മ്യൂസിക് അല്ലടാ, മ്യൂസിക്. അത് കഴിഞ്ഞിട്ട് മലയാളം. അത് കഴിഞ്ഞിട്ടോ വെരി ഗുഡ് ബോയ്. EVS വേണ്ടേ? EVS. അപ്പോൾ ഇതിൻ്റെയൊക്കെ ടെക്സ്റ്റ് ബുക്ക് വേണ്ടേ? EVS
മാത്സ്, ഹിന്ദി, പി ടിക്ക് നീ കിടന്ന് ഓടിയാൽ മതി കേട്ടാ. നിങ്ങൾക്ക് പി ടി ആണോ ഇഷ്ടം, ഹിന്ദിയാണോ ഇഷ്ടം? പി ടി ആണോ ഇഷ്ടം, ഹിന്ദിയാണോ ഇഷ്ടം? രണ്ടും ഇഷ്ടമാണോ? ഇംഗ്ലീഷാണോ ഇഷ്ടം, പി ടി ആണോ ഇഷ്ടം? കമ്പ്യൂട്ടറാണോ ഇഷ്ടം, പി ടി ആണോ ഇഷ്ടം? കമ്പ്യൂട്ടർ. പിന്നെ മ്യൂസിക് ക്ലാസ്സാണോ ഇഷ്ടം, പി ടി ആണോ ഇഷ്ടം? മ്യൂസിക്കാണോ ഇഷ്ടം, പി ടി ആണോ ഇഷ്ടം? പി ടി ആണോടാ. EVS ആണോ ഇഷ്ടം, പി ടി ആണോ ഇഷ്ടം? പി ടി. മലയാളമാണോ ഇഷ്ടം, പി ടി ആണോ ഇഷ്ടം? എന്താണ്? എന്തായാലും അറിയാലോ പി ടി ആണെന്ന്. അപ്പം എന്തൊക്കെയാണെങ്കിലും പി ടി ആണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലടാ. ഓക്കെ, അപ്പം ഞാനെല്ലാം പറഞ്ഞിട്ടുണ്ട്. IT. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഏതാ? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിഷയം ഏതാ ഇതിൽ? ഏറ്റവും ഇഷ്ടം ഇംഗ്ലീഷ് ആണോ, മാത്സ് ആണോ, മലയാളമാണോ, കമ്പ്യൂട്ടർ ആണോ, IT ആണോ? അല്ല സോറി, രണ്ടൊന്നല്ലേ. EVS ആണോ? ഏതാ ഇഷ്ടം കൂടുതൽ? പിന്നെ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യാ, എല്ലാം ഉണ്ടല്ലോ. ഓക്കെ എന്നാൽ. അപ്പോൾ കേട്ടില്ലേ കണ്ണൻ പറഞ്ഞത്, കീർത്തിക്കാണ് കൂടുതൽ പ്രാധാന്യം കേട്ടോ. വിളറി വെളുത്ത് കിടക്കുന്നു. അപ്പോൾ ഇതേ നമ്മളുടെ ഫിഷ് ഫ്രൈ ആയിട്ടുണ്ട്, പ്ലസ് നമ്മുടെ മീൻ കറി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊന്ന് ടേസ്റ്റ് നോക്കിയിട്ട് നീ എന്തിനാ കുഞ്ഞിനെ ഉപദ്രവിക്കുന്നു? കണ്ണ കിടന്നേ. ചോറിനാ മോനെ? മീൻ കറിയും കൂട്ടി ചോറിനാ? മീൻ വറുത്തത് ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടാ? ഇഷ്ടപ്പെട്ടില്ലേ? എന്ത് ഞാൻ പറഞ്ഞില്ലേ ഗൈസ്, അവർക്കൊന്നും ഫിഷ് ഇഷ്ടമല്ല. നബൂട്ടിന് ഇഷ്ടപ്പെട്ട മിമ്മി? അതിപ്പോ അങ്ങനെ ഒരു മുള്ളി കണ്ണനെ അതൊന്നും ഇഷ്ടമല്ല. കണ്ണന് കൊടുത്തത് അവനങ്ങനെ. അപ്പൊ ഞാൻ ഒരു ഫിഷ് കൊടുത്തു നോക്കാം. കുസുമേ കഴിക്കും. നോക്കട്ടെ, തിന്നോക്കി നോക്കട്ടെ. എങ്ങനെയുണ്ട്? കണ്ണന് കൊടുത്തത് കണ്ണൻ അങ്ങനെ തന്നെ തുപ്പിക്കളഞ്ഞു. അവന് അതൊന്നും ഇഷ്ടമല്ല. അപ്പൊ കണ്ണന് നമ്മള് വെള്ളരിക്ക വെള്ളത്തിലിട്ട് കണ്ണന് വെള്ളരിക്ക വെള്ളത്തിലിട്ട് പോയി മഞ്ഞപ്പൊടി കൊടുക്കാൻ പോണു. എന്താ ചെയ്യാ അല്ലേ, നമ്മൾ വെക്കുന്ന മീൻകറി ഒന്നും എനിക്ക് വേണ്ടെങ്കിൽ എന്താ ചെയ്യാ. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോവാണ്. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കിടന്നു. അപ്പോൾ കുട്ടികൾ കളിക്കണ്. അപ്പോൾ എല്ലാവർക്കും ഉറക്കം വരുന്നുണ്ട്. എന്തായാലും ഭക്ഷണം കഴിക്കട്ടെ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവാണ്. അപ്പോൾ എന്തായാലും നാളെ കാണാം. ടാറ്റാ, ബൈ ബൈ.